ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് മാഗി ബോൾസ് ആണ്. മാഗി കൊണ്ട് പല വിധത്തിലുള്ള റെസിപ്പി ഉണ്ടെങ്കിലും ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അടിപൊളിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയുടെ പകുതി ഭാഗം ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, തക്കാളി കുരുകളഞ്ഞ് അരിഞ്ഞെടുത്തത്, കുറച്ച് മല്ലിച്ചപ്പ്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് 3 വിസിൽ വന്ന ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രഷറെല്ലാം കളഞ്ഞ് പുഴുങ്ങിയ വെള്ളത്തിലിട്ട് വെക്കാതെ പെട്ടെന്ന് തന്നെ കോരിയെടുത്ത് ചൂടാറിയ ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തതാണ്. ഇനി ഇത് നന്നാക്കി ഉടച്ചെടുക്കണം. ഉടച്ച ശേഷം 3 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മാഗി മസാല 2 പാക്കറ്റ്, അരിഞ്ഞു വെച്ച സവാള, തക്കാളി, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ് എല്ലാം ഒന്ന് മിക്സാക്കിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തത് വെജ് ആട്ട മാഗി നൂഡിൽസ് ആണ്. തീ ഓണാക്കിയ ശേഷം പാനിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് 2 മാഗി ഇതിലേക്കിട്ട് അധികം വെന്ത് പോകാതെ ഇതിലുള്ള സ്റ്റാർച്ച് കളഞ്ഞെടുക്കണം. വെന്ത ഉടനെ തന്നെ മാഗി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മല്ലിച്ചപ്പ്, കുറച്ച് മാഗി മസാല ചേർത്ത് ഈ ചൂടിൽ തന്നെ ഇളക്കിയെടുക്കാം. 2 മാഗി എടുത്ത് ഒന്ന് ചെറുതാക്കി പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ അറ്റത്തുള്ള ബ്രൗൺ നിറം കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുക്കാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നാക്കി മിക്സ് ചെയ്ത് വെക്കാം. കയ്യിൽ എണ്ണയാക്കിയ ശേഷം ഒരു പിടിയെടുത്ത് വേവിച്ച് വെച്ച മാഗി നടുക്ക് വെച്ച് ഉരുളയാക്കി കോൺഫ്ലോറിൽ മുക്കിയ ശേഷം പൊടിച്ചു വെച്ച ബ്രെഡിലും മാഗിയിലും മുക്കി ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഇട്ട് തീ കുറച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം. ഇതുപോലെ ബാക്കി വരുന്നതെല്ലാം എണ്ണയിലേക്കിട്ട് പൊരിഞ്ഞു വരുന്നത് വരെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ ബ്രെഡ് മാഗി ബോൾസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.